താലൂക്കിലെ തെരുവുനായ ശല്യം ചർച്ച ചെയ്ത് കരുനാഗപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. CR മഹേഷ് MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യവും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുയരുന്ന പ്രതിസന്ധികളുമാണ് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ചർച്ചയായത്. ദേശീയപാത 66-ൽ ഓച്ചിറ മുതൽ കാവനാട് വരെയുള്ള ഭാഗത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനി നടത്തുന്ന ഗുരുതരമായ വീഴ്ചകൾക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായ നജീം മണ്ണയിൽ ആവശ്യപ്പെട്ടു. മഴയില്ലാത്ത അനുയോജ്യമായ സമയങ്ങളിൽ നിർമ്മാണം മന്ദഗതിയിലാവുകയും കടുത്ത മഴയുള്ള സമയത്ത് അപകടകരമായ രീതിയിൽ ടാറിംഗ് നടത്താൻ ശ്രമിക്കുകയുമാണ് കമ്പനി ചെയ്യുന്നതെന്നും ആക്ഷേപമുയർന്നു. CR മഹേഷ് MLA അധ്യക്ഷതയിലാണ് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. നജീം മണ്ണിൽ സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളി തഹസിൽദാർ ബോസ് ഫ്രാൻസിസ്, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാർ, സജീവ മാമ്പറ, ഫ്രാൻസിസ് സേവിയർ, ജനപ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പന്നിത്തോട് വൃത്തിയാക്കുന്നതിന് മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കത്ത് നൽകിയിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായ വൃത്തിയാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പാറ്റോട്ടിത്തോടിലും കഴുത്തോടിലും അഴിഞ്ഞുകൂടിയ പുഴവാഴ നീക്കം ചെയ്യുന്നതിന് മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ ഉൾപ്പെടുത്തി നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ കഴുത്തോട് ഓച്ചിറ പഞ്ചായത്തിൽ കൂടി ഒഴുകി കുലശേഖരപുര പഞ്ചായത്തിൽ കൂടി ഒഴുകി പോകുന്നതാണ്. 2 പ്രാവശ്യം തലത്തോടിന്റെ, അതായത് 7ാം വാർഡ് പഞ്ചായത്തിലെ 7ാം വാർഡിലെ ഭാഗത്തു നിന്നുള്ള കുളവാഴ നീക്കം ചെയ്തിരുന്നതാണ്. എന്നാൽ ഓച്ചിറ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള കുളവാഴ വീണ്ടും ഇവിടെ ഒഴുകിയെത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പം ഓച്ചിറ പഞ്ചായത്തിലെ വലിയ കൂടി കിടക്കുന്ന കുളവാഴ നീക്കം ചെയ്തിട്ട് മാത്രമേ കുലശേഖര പഞ്ചായത്തിൽ അടിഞ്ഞു കൂടുന്ന കുളവാഴ പ്രശ്നം പരിഹരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.